നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ ഉടുമ്പന്നൂരിൽ വീട്ടിനുള്ളിൽ കമിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുള്ളതായി പോലീസ്. കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടുമ്പന്നൂർ പാറേക്കവല മനക്കത്തണ്ട മനയാനിക്കൽ ശിവഘോഷ്, പാറത്തോട് ഇഞ്ചപ്ലാക്കൽ മീനാക്ഷി എന്നിവരെ. സംഭവത്തിൽ വിശദ അന്വേഷണം ആരംഭിച്ചു പോലീസ്. സ്വർണം പണയപ്പെടുത്തി പലരിൽ നിന്നായി 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ബാങ്ക് മാനേജർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഇടപ്പറമ്പിൽ രാജേഷ് PR. ഇയാളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയ ആരോഗ്യവകുപ്പ് പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതായി ആരോപണം. ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ പരാതി ഉന്നയിച്ചത് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ. വാഹനാപകടം സംബന്ധിച്ച് മൊഴി നൽകാനെത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും കേസ് എടുത്തില്ലെന്നും പരാതി. തോട്ടം തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയനും ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയനും പ്രത്യക്ഷ സമരത്തിലേക്ക്. 24-ന് പീരുമേട് താലൂക്കിൽ സമര പ്രചരണ വാഹനജാഥ സംഘടിപ്പിക്കുന്നതിനൊപ്പം 26-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വണ്ടിപ്പെരിയാറിൽ ധർണയും നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ ഉടുമ്പന്നൂരിൽ വീട്ടിനുള്ളിൽ കമിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുള്ളതായി പോലീസ്. ഉടുമ്പന്നൂർ പാറേക്കവല മനക്കത്തണ്ട മനയാനിക്കൽ ശിവഘോഷ്, പാറത്തോട് ഇഞ്ചപ്ലാക്കൽ മീനാക്ഷി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ശിവഘോഷും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. ശിവഘോഷുമായി പ്രണയത്തിലായിരുന്ന യുവതി പലപ്പോഴും ഈ വീട്ടിൽ വരാറുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച വീട്ടിലെത്തിയ യുവതിയുമായി ശിവഘോഷ് വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്ന് മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. ശിവഘോഷ് മുറിയുടെ കതക് പൊളിച്ച് അകത്തു കയറിയപ്പോഴേക്കും യുവതി തൂങ്ങി മരിച്ചിരുന്നു. കെട്ടഴിച്ച് താഴെ കിടത്തിയ ശേഷം ശിവഘോഷും ഫാനിൽ തൂങ്ങി മരിച്ചതായാണ് പോലീസിന്റെ നിഗമനം. ഇരുവരും കൊന്നത്തടി പാറത്തോട് സ്വദേശികളാണ്. മീനാക്ഷി TTC വിദ്യാർത്ഥിയും ശിവഘോഷ് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയുമാണ്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. സ്വർണം പണയപ്പെടുത്തി പലരിൽ നിന്നായി 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ബാങ്ക് മാനേജർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിൽ. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഇടപ്പറമ്പിൽ രാജേഷ് ER ആണ് പിടിയിലായത്. ഇയാളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പിടികൂടിയത്. രാജേഷ് 2009 മുതൽ മാനേജറായി ജോലി ചെയ്തു വന്നിരുന്ന മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിന്റെ അണക്കര ബ്രാഞ്ചിലാണ് വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. പുതിയ മാനേജർ ജോലിയിൽ പ്രവേശിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്താകുന്നത്. ബാങ്കിന്റെ സോണൽ മാനേജറുടെ പരാതിയെ തുടർന്ന് വണ്ടൻമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രാജേഷ് പിടിയിലായത്. തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞതോടെ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത്. ബാങ്കിൽ പണയം വയ്ക്കാനെത്തിയ നിരവധി പേരുടെ പക്കൽ നിന്നും പണവും സ്വർണ്ണ ഉരുപ്പടികളും കൈപ്പറ്റി വ്യാജ രസീത് നൽകുകയായിരുന്നു. ഈ സ്വർണ്ണ ഉരുപ്പടികൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതായും വിൽപ്പന നടത്തിയതായും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശിയായ പ്രതി മുത്തൂറ്റ് മിനി ഫൈനാൻസിയേഴ്സ് അണക്കര ബ്രാഞ്ചിൽ 2009 മുതൽ ബ്രാഞ്ച് മാനേജറായി ജോലി ചെയ്ത് വരവേ 2022 മുതലുള്ള കാലഘട്ടത്തിൽ 2024 വരെ ഇടപാടുകാരായി എത്തിയ വിവിധ ആളുകളിൽ നിന്നും പല തുകകൾ ഡിപ്പോസിറ്റായി സ്വീകരിക്കുകയും ഈ മുത്തൂറ്റ് ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ വ്യാജ രസീത് നൽകിയ ശേഷം ഈ പണം സ്വന്തമായിട്ട് കൈക്കലാക്കുകയും ഇടപാടുകാരായി എത്തിയ ആളുകളിൽ നിന്നും കിട്ടിയ സ്വർണ്ണ ഉരുപ്പടികൾ മുത്തൂറ്റ് ഫൈനാൻസിലേക്ക് പണയം സ്വീകരിച്ചിട്ട് ഇടപാടുകാർ അറിയാതെ അത് സ്വന്തമായി എടുത്ത് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഉയർന്ന തുകയ്ക്ക് വീണ്ടും പണയം വെക്കുകയും അതിൽപ്പെട്ട ഉരുപ്പടികൾ പല ആളുകൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്ത് വൻതോതിലുള്ള തട്ടിപ്പുകൾ നടത്തിയെന്നാണ് ഈ പ്രാരംഭ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഉദ്ദേശം 50 ലക്ഷത്തിലധികം രൂപ ഇയാൾ പലരിൽ നിന്നായി തട്ടിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ ഈ തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മിനി മുത്തൂറ്റ് ഫൈനാൻസിയേഴ്സിൻ്റെ സോണൽ മാനേജറുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്.
പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന കോർഡിയൽ ഗ്രാമീൺ എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 7 പവൻ സ്വർണം കണ്ടെത്തുകയും ചെയ്തു. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കൂവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇടുക്കി SP KM സാബു മാത്യു, കട്ടപ്പന DYSP VA നിഷാദ് മോൻ, വണ്ടൻമേട് CI ഷൈൻകുമാർ A എന്നിവരുടെ നിർദ്ദേശപ്രകാരം SIമാരായ ബിനോയ് എബ്രഹാം, പ്രകാശ് D, SCPOമാരായ ജയൻ N, ജയ്മോൻ R, കൃഷ്ണകുമാർ, അഭിലാഷ് R, CPOമാരായ രാജേഷ് മോൻ D, ബിനിമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയ ആരോഗ്യവകുപ്പ് പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതായി ആരോപണം. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ പരാതി ഉന്നയിച്ചത്. വാഹനാപകടം സംബന്ധിച്ച് മൊഴി നൽകാനെത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും കേസെടുത്തില്ലെന്നും പരാതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ജോലി കഴിഞ്ഞ് മടങ്ങവേ ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ നെടുങ്കണ്ടം കൽക്കുന്തലിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. ആരോഗ്യവകുപ്പ് ജീവനക്കാർ അല്ലാതെ മറ്റു യാത്രക്കാരും വാഹനത്തിലുണ്ടായിരുന്നു. അപകടശേഷം ഇവർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആശുപത്രിയിൽ നിന്ന് അപകടം സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറി. എന്നാൽ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ആശുപത്രിയിൽ എത്തിയില്ല. പകരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. എന്നാൽ സ്റ്റേഷനിൽ 3 മണിക്കൂറോളം ഇരുന്നിട്ടും മൊഴി രേഖപ്പെടുത്തിയില്ലെന്നും അപമര്യാദയായി പെരുമാറിയെന്നും ഇവർ ആരോപിക്കുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി കൽക്കൂന്തൽ വെച്ച് ഓട്ടോ മറിഞ്ഞു. എന്നിട്ട് ഓട്ടോക്കാരൻ ഞങ്ങളെ ഒരു വണ്ടി വിളിച്ച് ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ കാറിക്കൊണ്ട് പറഞ്ഞു വണ്ടി വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അയാൾ അനങ്ങിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചു. കൂട്ടുകാർ വന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. സ്റ്റേഷനിൽ നിന്ന് എൽസമ്മയെന്നും പറഞ്ഞൊരു പോലീസുകാർ വിളിച്ചപ്പം ഞാൻ വിളിച്ചപ്പോൾ വിവരം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് തീരെ വയ്യ, ഇന്നലെയൊക്കെ പരിക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ 2 മണിയാകുമ്പോഴത്തേക്കും സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് ഒരു 2:15 തൊട്ട് ഞങ്ങളവിടെ 5 മണി വരെ ഞങ്ങളിരുന്നു. വേറെ ആളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നതിന് അതിനെ വിളിച്ച് ചോദിച്ചിട്ട് അവരോട് പറഞ്ഞു പറ്റത്തില്ല, ഓട്ടോക്കാരൻ്റെ അവർ കേസ് കൊടുക്കാനും മൊഴി മാറ്റി പറയണമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞാൽ ഇതിന് ഞങ്ങളെ ഒരുപാട് അവർ കളിയാക്കിയല്ല. അത് ഞങ്ങളുടെ കൂടെ വേറെ ആളുണ്ടായിരുന്നതിന് ഒരുപാട് നേരം അങ്ങ് ഉദൂരെ ഒരിടത്തോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നാണ് അവരോട് ചോദിക്കുന്നത്. ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പൊക്കോ, അവർ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പോയില്ല. അവരെ ഇട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അതിന് പോലീസുകാർ തന്നെ അവരോട് പറയാ ഇവർക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി. നിങ്ങൾക്ക് മാത്രം ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഞങ്ങളെ ഒന്നും വിളിച്ചില്ല. കേസ് ഒത്തുതീർപ്പായെന്നും പറഞ്ഞുകൊണ്ട് രാത്രിയില്ല അവർ കേസില്ലെന്നും ഒത്തുതീർപ്പല്ല അവർ കേസില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ ലീലാമ്മയെന്ന് പറഞ്ഞ ആൾ എന്നെ ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം വിളിച്ചു. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരി ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റൊരാളെ മാത്രം വിളിച്ച് വിവരങ്ങൾ തിരക്കുകയും പിന്നീട് കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയുമായിരുന്നു. കേസെടുക്കാൻ ആവില്ലെന്നും അറിയിച്ചു. പരാതി പിൻവലിക്കുന്നതിനായി ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച് ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും സംഭവത്തിൽ പരിക്കേറ്റവരുമായ ചന്ദ്രവല്ലിയമ്മ, ബ്ലസ്സി മാർട്ടിൻ, റംലത്ത് ബീവി എന്നിവർ ആരോഗ്യവകുപ്പിന് പരാതി നൽകി. തോട്ടം തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയനും ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയനും ചേർന്ന് 24-ന് പീരുമേട് താലൂക്കിൽ സമരപ്രചരണ വാഹനജാഥയും 26-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വണ്ടിപ്പെരിയാറിൽ ധർണയും നടത്തും. KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് INTUC നേതാക്കൾ സംസാരിക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പീരുമേട് പോപ്സ് എസ്റ്റേറ്റിലെ 3000-ലേറെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് 6 മാസങ്ങൾ പിന്നിടുകയാണ്. ആഴ്ചയിൽ നൽകി വരുന്ന ചെലവ് കാശ് പോലും നൽകാറില്ല. ദിവസക്കൂലിക്കാർക്ക് 30 ആഴ്ചയായി ശമ്പളം ലഭിക്കുന്നില്ല. 100 വർഷത്തിലേറെ പഴക്കമുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുക, പ്ലാന്റേഷൻ നിയമങ്ങൾ നടപ്പിലാക്കാൻ മാനേജ്മെന്റ് തയ്യാറാക്കുക എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി യൂണിയനുകൾ തൊഴിൽ വകുപ്പിനും മന്ത്രിക്കും നിവേദനം നൽകിയിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റിന് യാതൊരു കാഴ്ചപ്പാടുമില്ല. അവരെങ്ങനെയും ദാരിദ്ര്യത്തിൽ കഴിയട്ടെ, പട്ടിണി കിടക്കട്ടെ എന്നാണ് ഗവൺമെന്റ് സമീപനം. ഈ ഗുരുതരമായ സാഹചര്യത്തെയും ഗവൺമെന്റ് അനാസ്ഥയും പ്രതിഷേധിച്ചുകൊണ്ട് പീരുമേട് മുന്നിൽ പ്രവർത്തിക്കുന്ന INTUCയുടെ ആഭിമുഖ്യമുള്ള 2 പ്രബല ട്രേഡ് യൂണിയനുകൾ ഹൈറേഞ്ച് പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയനും കേരള പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയനും ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയാണ്. അത് ഈ മാസം 26-ാം തീയതി 10 മണി മുതൽ 5 മണി വരെ വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന സമര പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ സമാപനം ഒരു KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും.
റിട്ടയർമെൻറ്റ് കിട്ടുന്ന ആളുകൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല. തൊഴിലാളികൾക്ക് താമസ സൗകര്യത്തിലുള്ള സംവിധാനമില്ല. ഏത് അവസരത്തിലും ഇടിഞ്ഞു വീഴാവുന്ന അപകടാവസ്ഥയിലായ ആളുകളാണ് താമസിക്കുന്നത്. ഇത്രയും ഗുരുതരമായ സാഹചര്യം നിലനിന്നിട്ടും കേരളത്തിലെ ലേബർ മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ പറ്റി പോലും ജ്ഞാനമില്ല. അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു. മാനേജ്മെൻറ്റ് പറയാതെ കേട്ടിട്ട് അദ്ദേഹം വളരെ നിസ്സംഗനായി എണീറ്റ് പോയി. ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കുറ്റകരമായ അനാസ്ഥയാണ്. പീരുമേട്ടിലെ MLA ശ്രീ വാഴൂർ സോമൻ അദ്ദേഹം വളരെ അകാലത്തിൽ അന്തരിച്ചു. അദ്ദേഹം പറഞ്ഞത് എൻ്റെ മരണത്തിന് മുമ്പെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ എന്ന് അദ്ദേഹം റവന്യൂ മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ചോദിക്കുകയുണ്ടായി. ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാകാത്തതുകൊണ്ട് അദ്ദേഹം വളരെ വികാരപരമായി സംസാരിച്ചത് എൻ്റെ മരണത്തിന് മുമ്പെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ എന്നാണ്. വളരെ ആകസ്മികമായ മരണമുണ്ടായെങ്കിലും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. ഗവൺമെൻറ് ഉത്തരവാദിത്തരാഹിത്യമാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. തൊഴിൽ വകുപ്പ് മന്ത്രി ഇരു കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിലും എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറഞ്ഞത് കേട്ടതല്ലാതെ ഒരു നിർദ്ദേശവും മന്ത്രി പറയാത്തതിനാൽ ചർച്ച പരാജയപ്പെട്ടതായും നേതാക്കൾ പറഞ്ഞു. തൊഴിലാളി INTUC യൂണിയനുകൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ വാഴൂർ സോമൻ MLA അദ്ദേഹത്തിൻ്റെ അവസാന സമയത്തെ പ്രസംഗത്തിൽ പോലും താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എങ്കിലും ഇതിനൊരു പരിഹാരം ഈ പ്രശ്നങ്ങൾക്കുണ്ടാകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച ആണ് അവസാനമായി അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ INTUC യൂണിയനുകൾ സംസ്ഥാന സർക്കാരിനെതിരെ ഈ കാര്യങ്ങൾക്ക് എതിരായിട്ട് തൊഴിലാളികളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് നടത്തുന്ന സമരമാണ് നമ്മൾ 26-ാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്ലാന്റേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടതായും ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയും ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ INTUCയും ചേർന്ന് സമരം നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഈ പോപ്സലിലെ എല്ലാ തോട്ടങ്ങളിലും ഒരു വാഹന പ്രചരണ ജാഥ സംയുക്തമായിട്ട് രണ്ട് യൂണിയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. 25-ാം തീയതി എല്ലാ തോട്ടങ്ങളിലും പന്തംകുളത്തി പ്രകടനം നടത്തുന്നുണ്ട്. വണ്ടിപ്പെരിയാർ ടൗണിലും ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട്. 26-നാണ് കൂട്ടധർണം. വാർത്താ സമ്മേളനത്തിൽ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, അഡ്വക്കേറ്റ് സുറിയക് തോമസ്, PR അയ്യപ്പൻ, ഷാജി പൈനാടത്ത്, PK രാജൻ, M ശേഖർ, KC ബിജു, VR സോമൻ, P ജ്ഞാനരാജ് എന്നിവർ പങ്കെടുത്തു. വാഴൂർ സോമൻ MLAയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പീരുമേട് പാമ്പനാർ ജംഗ്ഷനിൽ യോഗം ചേർന്നു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. താൻ ഉയർത്തിപ്പിടിച്ച ലക്ഷ്യങ്ങൾക്കായി ഏതറ്റം വരെയും പോകുന്ന ആളായിരുന്നു വാഴൂർ സോമനെന്ന് റവന്യൂ മന്ത്രി K രാജൻ അനുസ്മരിച്ചു. ഒറ്റപ്പെട്ടുപോയ ജനവിഭാഗങ്ങൾക്കായി അദ്ദേഹം പ്രവർത്തിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പഠന കേന്ദ്രത്തിലെത്തിയതാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഞാനും വഴിയാശാനും വാഴൂർ സോമനും A രാജയും അവരുൾപ്പെടെയുള്ള സ്ഥലം MLA-മാരില്ല. ഇടുക്കിയും വയനാടും ഒരുമിച്ചായിരുന്നു വെച്ചിട്ട് ആദ്യം ചേരേണ്ട റവന്യൂ. നേരത്തെ പറഞ്ഞതുപോലെ ആ യോഗത്തിൽ പങ്കെടുത്ത് ആദ്യം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന് ശേഷം സംസാരിച്ചു തുടങ്ങിയത് സോമൻ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് വാഴൂർ സോമൻ നയിച്ചതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അനുസ്മരിച്ചു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി എന്നും ശബ്ദമുയർത്തിയ നേതാവാണ് വാഴൂർ സോമനെന്ന് MM മണി MLA അനുസ്മരിച്ചു. CK ആശ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ നിറനാക്കുന്നേൽ, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ബിനോയ് വിശ്വം, K സലിംകുമാർ, AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, മുൻ മന്ത്രിമാരായ K പ്രകാശ് ബാബു, KP രാജേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. ദേശീയപാത 85-ൽ നിർമ്മാണ പ്രതിസന്ധിക്കിടെ വരുത്തിയ കോടതി വിധി മറികടക്കാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത പുലർത്തുന്നുവെന്ന് ദേശീയപാത സംരക്ഷണ സമിതി. ദേശീയപാത അതോറിറ്റി നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും കടുത്ത അനാസ്ഥ തുടർന്നുവെന്നാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം.
ദേശീയപാത 85 ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ ദേശീയപാത വികസന അതോറിറ്റി നിർമ്മാണം നിർത്തിവെച്ചതുവഴി പൊതുഖജനാവിന് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായും നിർമ്മാണം തുടങ്ങാൻ അനുമതി നൽകണമെന്നും 1895 ഈ പ്രദേശം വനമായി വിജ്ഞാപനം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് റിസർവ് ചെയ്തിട്ടുണ്ടെന്നും കോടതിയിൽ രേഖകൾ സഹിതം സമർപ്പിച്ച നിലപാടറിയിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി AG ഗോപാലകൃഷ്ണക്കുറുപ്പ് കോടതിയിൽ NHAIയുടെ വാദം ശരിയാണെന്നും പ്രദേശം വിജ്ഞാപനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവന്ന രേഖകൾ കോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മുമ്പ് പറഞ്ഞിട്ടുള്ളത് വനം എന്നാണെന്നും ഒരു വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അത് രേഖകളായി കോടതിയിൽ സമർപ്പിക്കാത്തത് എന്താണെന്നും കോടതി ആരാഞ്ഞു. പൊതു താൽപര്യ ഹർജിയിൽ ആദ്യം വനം എന്നാണല്ലോ സർക്കാർ രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായി കോടതിയിൽ വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും വനമല്ല എന്നാണെങ്കിൽ സത്യവാങ്മൂലം രേഖാമൂലം സമർപ്പിക്കണമെന്നും സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് 3 ആഴ്ച സമയം അനുവദിച്ചതല്ലേ എന്നും നാളിതുവരെയായിട്ടും എന്തുകൊണ്ടാണ് പുതിയ സത്യവാങ്മൂലം നൽകാൻ മടിക്കുന്നതെന്നും കോടതി ചോദിച്ചു. ഈ കേസിൽ കോടതി തീരുമാനമെടുക്കേണ്ടത് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുള്ള 14.5 കിലോമീറ്റർ പ്രദേശത്ത് മാത്രമാണ്. മറ്റിടങ്ങളിൽ NHAIക്ക് നിർമ്മാണം തുടരുന്നതിൽ തടസ്സം ഇല്ലെന്നും കോടതി ദേശീയപാത അതോറിറ്റി അറിയിച്ചു. കേസ് സെപ്റ്റംബർ 17 വീണ്ടും പരിഗണിക്കാനായി മാറ്റിവെച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി കാത്തിരിക്കാതെ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന മുറയ്ക്ക് കേസിൽ വിധി പ്രസ്താവിക്കാമെന്നും കോടതി അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രതിസന്ധിക്കിടെ വരുത്തിയ കോടതി വിധി മറികടക്കാൻ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിമുഖത പുലർത്തുന്നുവെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഉണ്ടാകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം. BJP അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ചപ്പാത്ത് പെട്രോൾ പമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തും. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് സ്വകാര്യ പെട്രോൾ പമ്പുടമ ചപ്പാത്തിൽ സ്ഥലം വിട്ടു നൽകാത്തതിനെതിരെയാണ് സമരം. വിഷയത്തിൽ പമ്പുടമയും പഞ്ചായത്തും ഒത്തുകളിക്കുന്നതായും BJP നേതാക്കൾ ആരോപിച്ചു. ഹൈറേഞ്ച് ജനതയുടെ യാത്രാക്ലേശം പരിഹരിക്കുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി പണിതുകൊണ്ടിരിക്കുന്ന മലയോര ഹൈവേ കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ നിർമ്മിച്ചുകൊണ്ടിരുന്ന മലയോര ഹൈവേയുടെ 2ാം റീച്ചിൽപ്പെടുന്ന ചപ്പാത്തിൽ ചില സ്വകാര്യ വ്യക്തികളും പഞ്ചായത്തുമായി ഒത്തുകളിച്ചുകൊണ്ട് സ്ഥലം വിട്ടുകൊടുക്കാതെയും പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാതെയും ചെയ്തുകൊണ്ട് മലയോര ഹൈവേയുടെ നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണ്. ചപ്പാത്തിലെ പെട്രോൾ പമ്പുടമയായ സ്വകാര്യ വ്യക്തി PWD റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാതെ ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും അതുപോലെ തന്നെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതി ഈ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി നാളെ രാവിലെ 11 മണിക്ക് ചപ്പാത്ത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പഞ്ചായത്ത് തല നേതാക്കൾ ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും നാളത്തെ ഈ സമരം കൊണ്ട് ഫലമുണ്ടാകാത്ത പക്ഷം, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാത്ത പക്ഷം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടക്കുകയാണ്. ഈ ജനകീയ സമരത്തിൽ ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കുന്നത്. വെള്ളവുമില്ല വൈദ്യുതിയും ഇല്ലാത്തതിനാൽ മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ കുട്ടികൾ വെള്ളം ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയാണുള്ളത്. ഇതോടെ ലാബുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. തോട്ടം മേഖലയിലെ 120ഓളം വിദ്യാർത്ഥികളാണ് മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നത്. 2020 പുതിയ കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ കെട്ടിടത്തിന് NOC ലഭിക്കാത്തതിനാൽ സമീപത്തെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിൽ നിന്നും താൽക്കാലികമായി ഇവിടേക്ക് വൈദ്യുതി എടുക്കുകയായിരുന്നു. കഴിഞ്ഞയിടെ കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. ഇതേ തുടർന്ന് മൂന്നാർ സ്കൂളിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. നിലവിൽ ശുചിമുറിയിലേക്ക് പോലും വെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇതോടെ ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ കുട്ടികൾ വെള്ളം ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. സമീപ വീട്ടിൽ നിന്നും വെള്ളം ഹോസ് മുഖേന എത്തിച്ച പിന്നീട് ബക്കറ്റിലെടുത്ത് ഉപയോഗിക്കുകയാണ് നിലവിൽ ചെയ്യുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. இந்த சிச்சுவேஷன் 3 வாரமாக நடந்துக்கிட்டே தான் இருக்குது. ஆனால் இப்போ வரைக்குமே ஒரு எஃபர்ட்ஸும் இது வரைக்கும் வெளியிலேருந்து எங்களுக்கு சப்போர்ட் கிடைக்கவே இல்லை. டீச்சர்ஸும் சரி ஸ்டூடெண்ட்ஸும் சரி ரொம்ப கஷ்டப்படுறோம். வாஷ்ரூம் ஃபெசிலிட்டியிலேருந்து எங்களுக்கு ப்ராஜெக்டர் யூஸ் பண்ண முடியாது. அதே மாதிரி நிறைய பிரச்சனைகள் இருக்குது நம்ம ஸ்கூல்லேயே. இப்போ பார்த்தோம்னா எங்களுக்கு ப்ராப்பரான ஒரு லேப் ஃபெசிலிட்டி இல்லை. படிக்கிறதுக்கு ஒரு அட்மாஸ்ஃபியர் வந்து எங்களுக்கு வந்து சுத்தமாக கிடைக்கிற மாதிரியே இல்லை. கீழே போய் பார்த்தோம்னா நிறைய ஸ்கூலுகளில் நல்ல நல்ல அட்மாஸ்ஃபியர் அந்த மாதிரிலாம் வச்சு படிக்கிறாங்க. ஆனால் நாங்கள் மட்டும்தான் இப்படி அட்மாஸ்ஃபியர் ரொம்ப கம்மியாக இருக்கக்கூடிய ஒரு ஸ்கூலில் படிக்கிறோம்.
பேசிக் வாஷ்ரூம் ஃபெசிலிட்டிக்குள்ளே இல்லாமல் நாங்கள் ரொம்ப கஷ்டப்படுறோம். அதுக்கு வந்து எஃபர்ட்ஸ் வந்து எடுக்கலைன்னா நாங்கள் கண்டிப்பாக സ്കൂൾക്കാരங்க எல்லாருமே சேர்ந்து സമരം பண்ணுவோம். കെട്ടിടത്തിന് NOC ലഭിക്കുന്നതിനുള്ള രേഖകൾ സ്കൂൾ അധികൃതർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. தண்ணி வந்து என்னென்னா நாங்கள் இப்போது எங்களுக்கு ஒரு வாஷ்ரூம் தான், பாய்ஸுக்கு ஒரு வாஷ்ரூம், கேர்ள்ஸுக்கு ஒரு வாஷ்ரூம் இருக்குது. இப்போ அந்த கேர்ள்ஸ் வாஷ்ரூமுக்கு தண்ணி இவங்க இங்கேருந்து எடுத்துகிட்டு போய் வாஷ்ரூமுக்கு போகிற மாதிரி இருக்குது. எங்களுக்கும் பாய்ஸுக்கும் ரொம்ப கஷ்டமாக தான் இருக்குது. டீச்சர்ஸ் ரொம்ப நாளாக இந்த பஞ்சாயத்து அங்கெல்லாம் அலைஞ்சிட்டு தான் வந்திருக்காங்க. இருந்தும் இப்போ வரைக்கும் ஒரு நடவடிக்கை இல்லாமல் தான் இருக்குது. அதே போல் நாங்கள் ஸ்டூடெண்ட்ஸ் ரொம்ப இது பண்ணி இப்போ பார்த்துட்டு தான் இருக்கோம். ஒரு நடவடிக்கை எதுவும் இல்லாத மாதிரி தான் தெரியுது. இப்படியே ரொம்ப நாள் தொடர்ந்துட்டு இருந்துச்சுன்னா நாங்கள் ரோட்டில் நின்று ஒரு സമരം மாதிரி பண்ணுறதா தான் നാங்கள் இருக்கோം. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുവാനാണ് വിദ്യാർത്ഥികളുടെയും PTA-യുടെയും തീരുമാനമെന്നും അധികൃതർ പറഞ്ഞു. பாத்ரூம் சரி கிடையாது. இந்த ரோடு ஸ்கூலுக்கு வர ரோடை பார்த்துக்கோங்க, ஸ்கூலுக்கு கேட்டுக்கு வெளியே பார்த்துக்கோங்க. பகல் நேரம் டிராஃபிக் ஃபுல்லாக ஏதாச்சும் டூரிஸ்ட் வந்துட்டு எல்லாம் போட்டுருக்காங்க. ஒரு அதிகாரிகளும் ஸ்கூல் பக்கம் கூட திரும்பி பார்க்க முடியாங்க. எங்களுக்கு எவ்வளோ சீக்கிரம் ஸ்கூல் நம்பர், இந்த பில்டிங் நம்பர் கிடச்சி, பில்டிங் டாக்ஸிலாம் கிடச்சி எவ்வளோ சீக்கிரம் கரண்ட் எடுக்கிறதுக்கு எங்களுக்கு கவர்மெண்ட் சப்போர்ட் பண்ண நல்லாயிருக்கும். இல்லை அப்படின்னா நாளைக்கு PTA சார்பாக இந்த வாரத்துக்குள்ளே இது கிடைக்கல அப்படின்னா PTA சார்பாக பிள்ளைகளை வச்சு ரோட்டில் நாங்கள் ஸ்ட்ரைக் பண்ணணும்னு சொல்லி தெரிவிச்சுக்கிறோம். നിലവിൽ സ്കൂളിലെ വിവിധ ലാബുകളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ്. കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനശല്യം അറുതിയില്ലാതെ തുടരുന്നു. കഴിഞ്ഞ ദിവസം പെരുമല ഗ്രാമത്തിലിറങ്ങിയ ഒറ്റയാൻ വാഹനവും ഗേറ്റും തകർത്തു. കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു. ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ജനവാസ മേഖലകളിലൂടെ കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നതാണ് കാന്തല്ലൂർ മേഖലയിലെ ആളുകളുടെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ പെരുമല ഗ്രാമത്തിൽ എത്തിയ ഒറ്റയാൻ നിർത്തിയിട്ടിരുന്ന വാഹനവും വീടിന്റെ ഗേറ്റും തകർത്തു. ദിവസങ്ങൾക്ക് മുമ്പ് കൃഷിത്തോട്ടത്തിൽ ഇറങ്ങി നാശം വരുത്തിയ ഒറ്റയാനാണ് ഗ്രാമങ്ങൾക്കുള്ളിൽ കയറിയും പരാക്രമം നടത്തിയതെന്ന് പൊതുപ്രവർത്തകർ പറഞ്ഞു. വ്യാപകമായി കൃഷി, വാഹനം, വിവിധ കാർഷിക മേഖല ഇതെല്ലാം നാശനഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലുള്ള ജനങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത് ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസിലും അതുപോലെ തന്നെ DFO ഓഫീസിൻ്റെ ഉപരോധവും സമരപരിപാടികളും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും സംസ്ഥാന സർക്കാർ കണ്ടും കാണാത്ത പോലെ ഇരിക്കുന്നത് ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. കാന്തല്ലൂർ മേഖലയിൽ കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി കാട്ടാനശല്യം അതിരൂക്ഷമാണ്. 10-ലധികം കാട്ടാനകളാണ് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്നത്. കാട്ടാനകളെ തുരത്താനും സുരക്ഷ ഉറപ്പാക്കാനും RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപവും ഉണ്ട്. കാട്ടാനശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. നെറ്റിത്തൊഴു ഗ്രാമവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉണർവ് 2K25 എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കും. സാംസ്കാരിക ഘോഷയാത്ര വണ്ടൻമേട് SHO ഷൈൻകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്യും. പ്രശസ്ത സിനിമാ സീരിയൽ താരം ടോണി കൊച്ചിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 26-ാം തീയതി പകിടകളിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുക. 30-ാം തീയതി രാവിലെ 10 മണി മുതൽ അത്തപ്പൂക്കള മത്സരം ഉൾപ്പെടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവിധ കലാകായിക മത്സരങ്ങളും തുടർന്ന് വടംവലിയും നടക്കും. 31-ാം തീയതി ഞായറാഴ്ച 2 മണിക്ക് നെറ്റിത്തൊഴു സർവീസ് സഹകരണ ബാങ്ക് പടിയിൽ നിന്നും താളമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും കുമ്മാട്ടി ഫോക്സ് ബാൻഡിന്റെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര വണ്ടൻമേട് SHO ഷൈൻകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്യും. നെറ്റിത്തൊഴു ഗ്രാമവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉണർവ് 2K25 എന്ന പേരിൽ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയാണ്. 30-ാം തീയതി അത്തപ്പൂക്കള മത്സരം ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ നടത്തുന്നു. 31-ാം തീയതി 2 മണിക്ക് നെറ്റിത്തൊഴു സർവീസ് സഹകരണ ബാങ്ക് വഴിയിൽ നിന്നും താളമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും കുമ്മാട്ടി ഫോക്സ് ബോക്സിൻ്റെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര വണ്ടൻമേട് പോലീസ് SHO ശ്രീ ഷൈൻകുമാർ K അവർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. ശേഷം നടക്കുന്ന പൊതുസമ്മേളനം പ്രശസ്ത സിനിമാ സീരിയൽ താരം
ശ്രീ ടോണി കൊച്ചിൻ ഉദ്ഘാടനം ചെയ്യുന്നതും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് മാനങ്കേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതും പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ KN ശശി ഓണം സന്ദേശം നൽകുന്നതുമാണ്. പൊതുസമ്മേളനത്തിൽ രക്ഷാധികാരി ബിജു അക്കാട്ടുമുണ്ടയിൽ അധ്യക്ഷത വഹിക്കും. പ്രശസ്ത സിനിമാ സീരിയൽ താരം ടോണി കൊച്ചിൻ ഉദ്ഘാടനം ചെയ്യും. വളരെ ഇടുക്കിയുടെ തന്നെ അഭിമാനമാകുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ വിവിധ കലാരൂപങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, കുമ്മാട്ടികൾ, പ്രത്യേകിച്ചും ഇടുക്കിയിൽ ഇല്ലാത്ത ചില കലാരൂപങ്ങൾ തൃശ്ശൂർ, കണ്ണൂർ ബെൽറ്റിൽ നിന്നുള്ള, അതാണ് കുമ്മാട്ടി ഫോക്സ് ബാൻഡ് തന്നെ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അതിനുശേഷം അവസാനം സമ്മാനത്തിന് ശേഷം കുമ്മാട്ടി ഫോക്സ് ബാൻഡിൻ്റെ വലിയ ഗംഭീര രീതിയിലുള്ള ഒരു ദൃശ്യാവിഷ്കരണ നാടൻ പാട്ട് ദൃശ്യാവിഷ്കാര അവതരണവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ നാടിൻ്റെ തന്നെ വലിയ ഒരു പരിപാടിയാണ് സംഘാടകം ഉണ്ടായിരിക്കുന്നത്, സംഘടിപ്പിക്കുന്നത്. നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിൽ ഐക്യകണ്ഠേന ഈ പരിപാടിയിൽ പങ്കാളികളാണ്. നാടിൻ്റെ ഉത്സവമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ മുഖ്യപ്രഭാഷണം നടത്തും. പുറ്റടി നെഹ്റു സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ KN ശശി ഓണസന്ദേശം നൽകും. തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനത്തിനു ശേഷം കുമ്മാട്ടി ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഫോക്ക് മെഗാ ഷോയും നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ബിജു അക്കാട്ടുമുണ്ട, മാത്യു കല്ലൂപ്പറമ്പിൽ, അച്യുതൻ നായർ പുളിഞ്ചുവയലിൽ, സനീഷ് PS, സിസിലി സജി, സോബിച്ചൻ മാർക്കോസ്, സിബി ജോസഫ്, ജിൻസ് തോമസ്, വർഗീസ് KK, ജോസഫ് PC എന്നിവർ പങ്കെടുത്തു. ഹൈറേഞ്ച് NSS യൂണിയന്റെ കരയോഗ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് കട്ടപ്പന സബ് കോടതിയിൽ കേസ് നൽകിയിരുന്ന 21 കരയോഗങ്ങളിലെ ഭാരവാഹികളുടെ യോഗം ശ്രീ പത്മനാഭപുരത്ത് ചേർന്നു. യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഹൈറേഞ്ച് NSS യൂണിയന് കീഴിലുള്ള 21 കരയോഗങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പ് നടത്തി നൽകണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ NSS നേതൃത്വത്തെ സമീപിച്ചെങ്കിലും ഇതിന് തയ്യാറാകാതെ വന്ന സാഹചര്യത്തിൽ കട്ടപ്പന സബ് കോടതിയെ സമീപിച്ചിരുന്നു. കരയോഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ട കോടതി കരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ NSS നേതൃത്വം ഇതിന് വഴങ്ങാതെ വീണ്ടും പുനർപരിശോധനാ ഹർജി നൽകുകയും അതും കോടതി തള്ളുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരത്ത് കരയോഗങ്ങളുടെ യോഗം ചേർന്നത്. 2022 ഇത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടതെന്ന് ചെയ്യാൻ തയ്യാറായില്ല. 11/3/24 കോടതി ഉത്തരവിട്ടതും ഇത് തന്നെയാണ്, അന്നും ചെയ്യാൻ തയ്യാറായില്ല. ഒരു വെറുതെ 2 വർഷക്കാലത്തിലധികം 21 കരയോഗങ്ങളെ കൊണ്ട് കേസ് നടത്തിച്ചതിലൂടെ കരയോഗങ്ങൾക്കുണ്ടായ വലിയ സാമ്പത്തിക നഷ്ടം, നായർ സർവീസ് സൊസൈറ്റിക്കുണ്ടായ വലിയ സാമ്പത്തിക നഷ്ടം, ഒത്തിരി ആളുകളുടെ ഒത്തിരി സമയനഷ്ടം, ഇത് NSS നേതൃത്വം കാണിക്കുന്ന ഒരു ക്രൂരതയാണ്. വളരെ നിസ്സാരമായി ഈ ഒരു തീരുമാനം അന്ന് രജിസ്ട്രാർ എടുത്തിരുന്നുവെങ്കിൽ ആ ഒരു നിയമ നടപടി ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ യൂണിയൻ കൊടുത്തിട്ടുള്ള കേസിലും സമാനമാണ്. യൂണിയൻ ഇലക്ഷൻ നടത്തണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് അംഗീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ NSS നേതൃത്വത്തിന് പറ്റും. പക്ഷേ അവർ തയ്യാറാകുന്നില്ല. തുടക്കം മുതൽ കോടതിയിൽ കള്ളവക്കാലത്തുകൾ, കള്ളപ്രമാണങ്ങൾ, ഈ കരയോഗങ്ങൾ കൊടുത്ത കേസിൽ അവർ ഹാജരാക്കിയ ഒരു കള്ളപ്രമാണമായത്. അവരുടെ കൂടെ ഭൂരിപക്ഷം കരയോഗങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി ജന്മനക്ഷത്ര ഫണ്ട് തന്ന കരയോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 82 കരയോഗങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു. ഈ 52 കരയോഗങ്ങളുടെ ലിസ്റ്റിൽ നിരവധി കരയോഗങ്ങൾ കോടതിയിൽ നേരിട്ട് ഹാജരായി ഈ പ്രമാണം കള്ളപ്രമാണമാണ് എന്നും ഞങ്ങളിങ്ങനെ പണം കൊടുത്തിട്ടില്ല എന്നും കോടതിയിൽ പറഞ്ഞു. നോക്കൂ, NSS ഒരു ന്യായമായ വിഷയത്തിൽ കേസ് നടത്തുമ്പോൾ കള്ളപ്രമാണങ്ങളും കള്ളരേഖകളും ചമച്ചു പോലും ഇതിനെ തോൽപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തി വരുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ NSS നേതൃത്വം ഈ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ കരയോഗങ്ങൾക്കും NSSനും ലക്ഷക്കണക്കിന് രൂപയും ആളുകളുടെ വിലപ്പെട്ട സമയവും പാഴാക്കേണ്ടി വരികില്ലായിരുന്നുവെന്നും തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് കരയോഗങ്ങൾ ഉന്നയിച്ചതെന്നും ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പറഞ്ഞു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം പുറ്റടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 2025-26 വർഷത്തിലെ ഭിന്നശേഷി കലോത്സവമാണ് പുറ്റടി SN ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തുകയും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന് മുൻപിൽ അവരെ നമ്മളോടൊപ്പം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് നാളുകളിൽ അവർ നമ്മളിൽ ഒരാളായി സമൂഹത്തിൽ വളർന്നു വരുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ഈ പരിപാടി വളരെ ഗംഭീരമായി തന്നെ നടത്തപ്പെടേണ്ടതായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ അധ്യക്ഷനായിരുന്നു.
ICDS സൂപ്പർവൈസർ കെ ബിന്ദു, ഗാനഭൂഷണം ചന്ദ്രൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ രാജ, സ്കൂൾ കൗൺസിലർമാരായ അനു ജേക്കബ്, റോസ്മി ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഉടുമ്പൻചോല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിസിന് യാത്രയയപ്പ് നൽകി. കൊൽക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും സംയുക്തമായിട്ടാണ് യാത്രയയപ്പ് നൽകിയത്. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും കൊളുക്കുമല ടൂറിസം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കൊളുക്കുമലയുമായി ബന്ധപ്പെട്ട ഉപജീവനമാർഗം നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാരെ ഏകോപിപ്പിക്കുന്നതിലും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കഴിഞ്ഞ 2.5 വർഷക്കാലമായി പ്രവർത്തിച്ച മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിസിനാണ് യാത്രയയപ്പ് നൽകിയത്. ഉടുമ്പൻചോല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യത്തിലാണ് കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും സംയുക്തമായി യാത്രയയപ്പ് ഒരുക്കിയത്. ചിന്നക്കനാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കൊളുക്കുമല ടൂറിസം കമ്മിറ്റി എത്തിക്കാനും ഈ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം കണ്ടുകൊണ്ട് മൂന്നാർ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ചിന്നക്കനാലിലേക്ക് വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടാവാനും അതിനൊക്കെ സാറ് എഫേർട്ട് എടുത്ത് ആ എഫേർട്ടിന് ഒരുപാട് എന്താ പറയുക നമ്മളൊക്കെ കടപ്പെട്ടിരിക്കും. കാരണം സാറ് തുറന്നു വെച്ച ആ ഒരു മേഖലയിലൂടെ നമുക്കിനി ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യാനുണ്ട്. കൊളുക്കുമല ജീപ്പ് ഡ്രൈവർ പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഡ്രൈവർമാരും ഉടമസ്ഥരും യൂണിയനും വ്യാപാരി പ്രതിനിധികളും ചേർന്ന് യാത്രയയപ്പ് ഒരുക്കി. കൊളുക്കുമലയുടെ പുരോഗമനത്തിന് എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന സ്വീകരണ യോഗത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിസ് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരും നിങ്ങളുടെ കൂടൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങൾ അവരെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അവരെ മാക്സിമം നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ വേദികളിൽ അവരുടെ ഔദ്യോഗിക മേഖലകൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കണം. അവിടെയാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഇതിൻ്റെ നെക്സ്റ്റ് റേഞ്ച് ഇത് തീരുന്നില്ല. സൂരജ് പറഞ്ഞതുപോലെ 10 കൊല്ലം 15 കൊല്ലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു എന്താ പറയുക മഹിമ പുറം ലോകത്തറിയണം. ഇപ്പോൾ കൊളുക്കുമല മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല. ചിന്നക്കനാൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറുകയും അത് ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ സാധാരണക്കാരായ വിനോദയാത്രക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ആവുകയും വേണം. ഗ്രാമപഞ്ചായത്ത് അംഗം വനരാജ്, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരായ മുജീബ്, സൂറത്ത്, അനിൽകുമാർ, HML അസിസ്റ്റന്റ് മാനേജർ ജോയിസ്, കൊളുക്കുമല ടൂറിസം മാനേജർ മഹി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അൻപുരാജ്, ജീപ്പ് ഡ്രൈവർമാർ, ഉടമസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർച്ചയായ 5ാം വർഷവും നെടുങ്കണ്ടം ആശാഭവനിലെ അന്തേവാസികൾക്ക് ഓണക്കിറ്റുമായി ഹരിതകർമ്മ സേനാംഗമായ വസന്ത എസ് നായർ. നെടുങ്കണ്ടം പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന വസന്ത ഇപ്പോൾ 16ാം വാർഡ് ഹരിതകർമ്മസേനയിലെ അംഗമാണ്. സ്വദേശമായ തൂക്കുപാലത്തു നിന്നും എത്തിയാണ് ഇവർ നെടുങ്കണ്ടം ടൗൺ ഉൾപ്പെടുന്ന 16ാം വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത്. വളരെ തുച്ഛമായ തന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് വസന്ത ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് കൈമാറിയത്. വസന്തയുടെ തീരുമാനത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. ശുചീകരണ തൊഴിലാളികളായ തങ്ങളെ പലരും 2ാം തരക്കാരായി പരിഗണിച്ചപ്പോൾ ക്ലീൻ സോൾജിയേഴ്സ് എന്ന പദവി നൽകി ആശാഭവൻ മുൻപ് ആദരിച്ചിരുന്നു. പഞ്ചായത്തിലെ മുഴുവൻ ശുചീകരണ തൊഴിലാളികളെയും ഒരുമിച്ച് ചേർത്ത ഓണാഘോഷവും സദ്യയും സമ്മാനങ്ങളും നൽകിയാണ്
അന്ന് പിരിഞ്ഞത്. തങ്ങളെ ചേർത്ത് നിർത്തിയ ആശാഭവന്റെ പ്രവൃത്തി വലിയ അംഗീകാരമായിരുന്നുവെന്ന് വസന്ത പറയുന്നു. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബഹുമതി തിരുഹൃദയ സന്യാസി മഠത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട്. ഗ്രീൻ സോൾജിയേഴ്സ് എന്നുള്ള പദവി അത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അന്നത്തോടുകൂടി എനിക്ക് എൻ്റെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും എനിക്ക് ഒരു വിഹിതം ഇവിടെ കൊടുക്കണമെന്നുള്ളൊരു ഇതുണ്ടായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഇത് കൊടുക്കുകയാണ്. ഇത് കൊടുക്കാൻ എനിക്ക് എല്ലാ ആണ്ടിലും എൻ്റെ ഈ കർമ്മം എനിക്ക് ചെയ്യാൻ സാധിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ഇടപ്പള്ളിക്കുന്നിലിനൊപ്പം എത്തിയാണ് വസന്ത ഓണക്കിറ്റ് കൈമാറിയത്. പഠനവും മറ്റ് കാര്യങ്ങളും പഠനത്തോടൊപ്പം മറ്റ് കായികപരമായ ആരോഗ്യരംഗത്ത് മികവ് പുലർത്തുന്ന എല്ലാ പരിശീലനങ്ങളും ഇവിടെ നൽകപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ സ്ഥാപനത്തിൽ ഓണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹരിതകർമ്മസേനയിലെ ടീം അംഗമായ ബഹുമാനപ്പെട്ട വസന്ത ചേച്ചിയാണ് എല്ലാ വർഷവും ഇവിടെ വരികയും ഈ കുട്ടികളോടൊപ്പം പങ്കെടുക്കുകയും ഇവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ ചേച്ചിയുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ചേച്ചി ഇവിടെ നൽകുകയും ഒരു വലിയ നന്മ പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ മനുഷ്യർക്കും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ചേച്ചി വീട് കയറി ഈ പറയുന്ന നമ്മുടെ ഹരിതകർമ്മസേനയുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓടി വന്ന് ഈ ഒരു കാര്യം ചെയ്യുന്നത്. സ്വദേശമായ തൂക്കുപാലത്തിൽ നിന്നും എത്തിയാണ് നെടുങ്കണ്ടം ടൗൺ ഉൾപ്പെടുന്ന 16-ാം വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ വസന്ത മുഴുകുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. 75 പിന്നിട്ടിട്ടും കൃഷിയെ നെഞ്ചിലേറ്റി നേട്ടം കൊയ്യുകയാണ് അടിമാലി മച്ചിപ്ലാവ് തയ്യിൽ അന്ത്രയോസ് ജോൺ. ഇദ്ദേഹത്തിന്റെ 3 ഏക്കറോളം വരുന്ന കൃഷിയിടം സമ്മിശ്ര കൃഷിയിലൂടെ സമൃദ്ധമാണ്. തന്നാണ്ട് വിളകൾ, ദീർഘകാല വിളകൾ, വിവിധ ഇനം പഴവർഗ്ഗങ്ങൾ, മത്സ്യകൃഷി എന്നിവ കൊണ്ട് സമൃദ്ധമാണ് കൃഷിയിടം. ജാതി, തെങ്ങ്, കമുക, കൊക്കോ, ഏലം, കപ്പ, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കൂർക്ക എന്നിവയാണ് അന്ത്രയോസിന്റെ കൃഷിയിടത്തിലെ പ്രധാന കൃഷികൾ. ഓണ സീസൺ മുന്നിൽ കണ്ടുള്ള ചേന, ചേമ്പ്, ഇഞ്ചി, കൂർക്ക കൃഷികളുടെ വിളവെടുപ്പ് നടന്നുവരുന്നുണ്ട്. ഇതിൽ ചേനയ്ക്കും ചേമ്പിനും ഭേദപ്പെട്ട വില ലഭിക്കുമ്പോൾ ഇഞ്ചിക്ക് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ലെന്ന് അന്ത്രയോസ് പറയുന്നു. എനിക്കും ഭാര്യയ്ക്കും കൂടി 3 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 1 ഏക്കർ പകുതിയോളം ജാതിയാണ്, വലിയ ജാതി കൃഷിയാണ്. ബാക്കിയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇഞ്ചി, വാഴ, കപ്പ, ചേന, ചേമ്പ്, മഞ്ഞൾ തുടങ്ങിയ കൃഷികൾ. പിന്നെ അതുകൂടാതെ കൊക്കോ കൃഷിയുണ്ട്, ഏലം കൃഷിയുണ്ട്. ഈ കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച വിളവ് കിട്ടിയില്ല. പക്ഷേ ചേനക്കൃഷി മെച്ചകരമായിരുന്നു. ഒരു 10 കിലോ മുതൽ താഴത്തേക്ക് ഒരു ചേനയ്ക്കുണ്ട്. വില അടുത്ത കുറേ ദിവസമായിട്ട് വിറ്റുകൊണ്ടിരിക്കുക. പറിച്ച് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വില പ്രതീക്ഷിച്ച് കുറേ പറിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ഈ പണിക്കൂലി കൊടുത്ത് ഇഞ്ചി 100 രൂപ കിലോയ്ക്ക് വില വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇട്ടായിരുന്നു. ഇപ്പോൾ അത് നേർപതി 50 രൂപ വിലയേ ഉള്ളൂ. പണിക്കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭകരമല്ല. പിന്നെ കൃഷിയാണ് പാരമ്പര്യമായിട്ടുള്ള പണി, അതുകൊണ്ട് ചെയ്തു പോരുന്നു. കൃഷിയിടത്തിലെ എല്ലായിടങ്ങളിലും വേനൽക്കാലത്ത് വെള്ളം എത്തിക്കുന്നതിനുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ജാതി, കൊക്കോ, ഏലം എന്നിവയുടെ കായ്കൾ മഴക്കാലത്തും ഉണങ്ങുന്നതിനുള്ള ഡ്രയർ സംവിധാനവും വീട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൃഷികാര്യങ്ങളിൽ കട്ടയ്ക്ക് ഭാര്യ മേരിയും കൂടെയുണ്ട്. മക്കൾ 3 പേരും വിദേശത്താണെങ്കിലും കൃഷികാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ കൃഷിയെ താലോലിക്കുന്ന ഇവർ ഒരുക്കമല്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം
വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, Kattapana, Nijab Spices, Market Road, Kattapana, and Puthenmurikal Spices, KCB Junction, Kattapana. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 258, വിൽപ്പനയ്ക്ക് വന്നത് 68,076, വിൽപ്പന നടന്നത് 67,004, കൂടിയ വില 3,306, ശരാശരി വില 2,487. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ, ഏലം കൂടിയ വില 2,500, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 800, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,315 രൂപ, വെള്ളി 130. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, Kattapana, Nijab Spices, Market Road, Kattapana, and Puthenmurikal Spices, KCB Junction, Kattapana. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴ ഉടുമ്പന്നൂരിൽ വീട്ടിനുള്ളിൽ കമിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുള്ളതായി പോലീസ്. കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടുമ്പന്നൂർ പാറേക്കവല മനക്കത്തണ്ട മനയാനിക്കൽ ശിവഘോഷ്, പാറത്തോട് ഇഞ്ചപ്ലാക്കൽ മീനാക്ഷി എന്നിവരെ. സംഭവത്തിൽ വിശദ അന്വേഷണം ആരംഭിച്ചു പോലീസ്. സ്വർണം പണയപ്പെടുത്തി പലരിൽ നിന്നായി 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ബാങ്ക് മാനേജർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഇടപ്പറമ്പിൽ രാജേഷ് ER. ഇയാളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയ ആരോഗ്യവകുപ്പ് പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതായി ആരോപണം. ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ പരാതി ഉന്നയിച്ചത് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ. വാഹനാപകടം സംബന്ധിച്ച് മൊഴി നൽകാനെത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും കേസ് എടുത്തില്ലെന്നും പരാതി. തോട്ടം തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയനും ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയനും പ്രത്യക്ഷ സമരത്തിലേക്ക്. 24-ന് പീരുമേട് താലൂക്കിൽ സമര പ്രചരണ വാഹന ജാഥ സംഘടിപ്പിക്കുന്നതിനൊപ്പം 26-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വണ്ടിപ്പെരിയാറിൽ ധർണയും നടത്തും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.